അല്ല, അത് രാഹുലിന്റെ വ്യക്തിപരമായ കാര്യം. അദ്ദേഹം അദ്ദേഹത്തിന് നിഷേധിക്കാതിരിക്കാം. എന്റെ സ്വഭാവമായിരിക്കില്ല തങ്കപ്പന്റെ സ്വഭാവം, തങ്കപ്പന്റെ സ്വഭാവമാവില്ല സി ചന്ദ്രന്റെ സ്വഭാവം. എന്തെങ്കിലും കേട്ടാൽ അതിന്റെ പിന്നാലെ ഇറങ്ങുന്ന സ്വഭാവം പലർക്കും ഉണ്ടാകില്ല. അപ്പൊ പല രീതിയിലും അങ്ങനെ ചർച്ച വന്നുകൊണ്ട് സമൂഹത്തിൽ അത്തരത്തിലൊരു വിവാദം വന്നതുകൊണ്ടും പാർട്ടി എന്ത് ചെയ്തു? പാർട്ടി അന്വേഷണ വിധേയമായി ഈ കാര്യങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിന് ബോധ്യപ്പെടുന്നവരെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, മുഴുവൻ രാഹുലിന്റെ കാര്യങ്ങൾ വ്യക്തിപരമായ നോക്കൽ നമ്മുടെ ജോലിയല്ല. പാർട്ടിപരമായിട്ട് ഞാൻ പറയുന്നു, UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ പ്രചരണം നടത്തുന്നതിൽ യാതൊരു തെറ്റും പറയാൻ പറ്റില്ല. അദ്ദേഹം UDFന്റെ MLA ആണ്. അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. UDF അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനുള്ള പാർട്ടി പരിപാടിയിൽ, ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കരുന്ന. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളെ ഷോളിട്ടു, സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നത് പോയി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പാലക്കാട് നഗരസഭ പോയി നോക്കുക, അവിടെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നുണ്ട്. BJPയുടെ RSSന്റെ നേതാക്കന്മാരാവാം, CPMന്റെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, അവിടെ ആർക്ക് വേണേ വരാലോ. ഇപ്പം അവിടെ MLA പോയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവിടെ നാമനിർദ്ദേശം കൊടുക്കുന്ന സ്ഥലത്ത് MLA പോയിരുന്നു? എന്തൊരു ആരോപണം അത്! വിചിത്രമായ കാര്യങ്ങളാണ്. നിങ്ങൾ അതിനു വേണ്ടി സമയം കളയണ്ട. ഇവിടെ പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെതിരായിട്ടാണ്. ഈ പാലക്കാട്ട് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിന് നിങ്ങളുടെയൊക്കെ പിന്തുണ വേണം. കാരണം സമൂഹത്തിൽ അടുത്ത ജനറേഷൻ നല്ല സമത്വ സുന്ദരമായി ജീവിക്കണം, സുരക്ഷിതമായി ജീവിക്കണം. അതിന് വലിയ വെല്ലുവിളി നേരിട്ടുള്ളൊരു കാലമാണ്. അതുകൊണ്ട് ഐക്യജനാധിപത്യം കൊണ്ട് ഉയർത്തുന്നത് അഴിമതിക്കും ദുർഭരണത്തിനുമെതിരാണ്. അത് സ്റ്റേറ്റിലും ഈ നഗരസഭയിലും അതുപോലെയാണ്. ഇതിനുവേണ്ടി ഒരു വർഗീയ ശക്തികളുമായിട്ട് ഞങ്ങൾ കൂട്ടുകൂടില്ല. നമ്മുടെ ജനാധിപത്യ മതേതര സംവിധാനം ആ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ പാലക്കാട്ടെ കണ്ണാടിയിലും നഗരസഭയിലും പിരായിരിയിലും മാത്തൂരിലും ഒക്കെ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ വേണ്ട അഹോരാത്രമായ പരിശ്രമങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടമുള്ളത്. തൻ്റെ പ്രവർത്തനങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ആ മികവിന് അംഗീകാരം എന്ന രീതിയിൽ താൻ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിജയം ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ വിജയത്തിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നടത്തുന്നത്. ആ രാഹുലിനെതിരെ വലിയ അർത്ഥത്തിലുള്ള ഈ പറയുന്ന മാധ്യമ വിചാരണകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. രാഹുൽ കോൺഗ്രസിന്റെ യോഗത്തിൽ പങ്കെടുക്കുന്നു. രാഹുൽ നാമനിർദ്ദേശിക പത്രിക, UDFന്റെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകുന്നിടത്ത് രാഹുലിനെ കാണുന്നു എന്നൊക്കെയാണ് ഇവരുടെ പരാതികൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം എന്നുള്ളത്, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. രാഹുൽ ഇപ്പോഴും പാലക്കാടിന്റെ MLA ആണ്, UDFന്റെ MLA ആണ്. അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിലെ ഏറ്റവും വലിയ വജ്രായുധം, പ്രചരണത്തിന്റെ കുന്തമുന എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. ഈ പറയുന്ന മുന്നണി പോരാളിയായിട്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ഉണ്ട് താനും. രാഹുൽ പാലക്കാട്ട് വോട്ട് പിടിക്കുന്നുണ്ട്, വീടുകൾ കയറുന്നുണ്ട്, ഗൃഹസന്ദർശനങ്ങൾ നടത്തുന്നുണ്ട്, സ്ഥാനാർത്ഥികളെ കാണുന്നുണ്ട്, സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളും അവരുടെ പ്രചരണങ്ങളും ഏറ്റുപിടിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രാഹുൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമാണ്. അയാൾ ബിസിയാണ്. പാലക്കാട് രാഹുൽ വലിയ തിരക്കിലാണ്. കാരണം MLA ആണ്, അതോടൊപ്പം ഇലക്ഷന്റെ ചൂടാണ്, തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്, പ്രചാരണമാണ്, എല്ലാം ചൂട് പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് രാഹുൽ അവിടെയുണ്ട്. ആർക്കും വലിയ ക്രിമികടികളോ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ അസഹിഷ്ണുതയോ ഒന്നും ആരും പ്രകടമാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ശ്രീകണ്ഠൻ പറഞ്ഞത്. രാഹുല് പാലക്കാട്ടെ MLA ആണ്, UDFന്റെ MLA ആണ്. സസ്പെൻഷനിലാണെന്ന് കരുതി UDFന്റെ പ്രവർത്തനങ്ങളിലോ പ്രവർത്തകർക്ക് വേണ്ടിയോ പാർട്ടിക്ക് വേണ്ടിയോ പ്രസ്ഥാനത്തിന് വേണ്ടിയോ ഒന്നും പ്രവർത്തിക്കരുത് എന്നൊന്നുമുള്ള നിർബന്ധങ്ങളോ അല്ലെങ്കിൽ ഡിമാൻഡുകളോ നിർദ്ദേശങ്ങളോ ഒന്നുമില്ല. അയാൾ ഔദ്യോഗികമായ പാർട്ടിയുടെ പരിപാടികളിൽ ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് കരുതി പാർട്ടിയുടെ മീറ്റിങ്ങുകളിൽ ഉണ്ടാവില്ല, പാർട്ടിയുടെ വേദികളിൽ ഉണ്ടാവില്ല. അതിനപ്പുറത്തേക്ക് പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകും. അതൊരു സസ്പെൻഷൻ കാലാവധിയിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഔദ്യോഗിക പരിപാടികളിൽ ഇല്ലാത്തത്. അതും നിങ്ങൾ മനസ്സിലാക്കുക. ആ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ
ഊർജ്ജസ്വലനായിക്കൊണ്ട് പാർട്ടിയുടെ പ്രവർത്തകനായിക്കൊണ്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കവും വേണ്ട. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് കാര്യം. പിന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ അസ്വസ്ഥരാക്കുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയനും വിജയന്റെ അടിമകളെയും ഒന്ന് അളക്കാൻ, അവരെ മെഷർ ചെയ്യാൻ, അവരെ പുറംകാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് ജനം ഇതിനെ കാണുന്നത്. അതിനു മുന്നിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഒരുപാടധികം കാര്യങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലായി എത്തി നിൽക്കുന്ന അയ്യന്റെ പൊന്ന് കട്ടതുമായി ബന്ധപ്പെട്ട വിഷയമടക്കം. അതിൽ മാത്രം ഒതുങ്ങില്ല ഈ കേരളത്തിലെ പൊതുജനം ഫേസ് ചെയ്യുന്ന ഒരുപാടധികം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഈ പറയുന്ന ജനം അഭിമുഖീകരിക്കുന്നത്. അപ്പോ രാഹുൽ മാങ്കൂട്ടനും ഇറങ്ങിക്കഴിഞ്ഞാൽ രാഹുലിന്റെ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ഈ പറയുന്ന വിജയന്റെ അടിമകൾക്കും വിജയനിക്കും എതിരായിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കവും വേണ്ട. അപ്പോ രാഹുല് UDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പരിശ്രമിക്കും, പ്രവർത്തിക്കും. അവരെ വിജയത്തിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങൾ അതിൽ വലിയ അസ്വസ്ഥരാകേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത്രയേ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി രാഹുലിന് മുന്നിൽ വെച്ച 2 നിർദ്ദേശങ്ങളുണ്ട്. പാലക്കാട്ടെ MLA എന്ന രീതിയിൽ പാലക്കാട് നിന്ന് 18,000-ലേറെ വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വലിയ ഒരു മാർജിനിൽ വിജയിച്ചു കയറിയ പാലക്കാട്ടെ ജനപ്രതിനിധി എന്ന രീതിയിൽ രാഹുലിന് മുന്നിൽ വെച്ച 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയാണ്, മറ്റൊന്ന് പാലക്കാട്ടെ കണ്ണാടി ഗ്രാമപഞ്ചായത്താണ്. ഈ 2 കാര്യങ്ങളും രാഹുലിന്റെ മുന്നിൽ വലിയ ഒരു ദൗത്യമായിട്ട് അല്ലെങ്കിൽ വലിയ ഒരു കടമ്പയായിട്ട് ഇങ്ങനെ ഒരു മറ്റൊന്ന് കണ്ണാടിയാണ്. ഈ 2 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും കോൺഗ്രസിന്റെ അധികാരം എത്തിക്കുവാനുള്ള, കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ, അതിനുള്ള ഒരു കടമ്പയായിട്ട് രാഹുലിന്റെ മുന്നിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ഡിമാൻഡ് കൂടിയാണ്. രാഹുൽ നേരിടുന്ന ഈ പറയുന്ന അച്ചടക്ക നടപടി, ഈ പറയുന്ന സസ്പെൻഷൻ, ആ സസ്പെൻഷൻ പിൻവലിക്കണമെങ്കിൽ അതിലൊരു പുനരാലോചന ഉണ്ടാകണമെങ്കിൽ ഈ 2 തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൂടി വിജയിപ്പിച്ച് അവിടെ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു ഡിമാൻഡാണ് നേതൃത്വം രാഹുലിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ശ്രീകണ്ഠൻ പറയുന്നതും. മനസ്സിലായില്ലേ? പിന്നെ പാർട്ടിയിൽ നിന്ന് എന്താ പറയണ്ടേ, സസ്പെൻഷൻ നേരിടുന്ന വ്യക്തി ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഔദ്യോഗികമായി വിളിച്ചു പറയാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാഹുലിന്റെ മുമ്പിലുള്ള കടമ്പ എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയാണ്, കണ്ണാടിയാണ്. ഈ 2 സ്ഥാപനങ്ങളും, ഗ്രാമപഞ്ചായത്തും നഗരസഭയും, ഇത് 2ഉം പിടിച്ചെടുക്കണം. ഇവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കണം. UDF-നെ അധികാരത്തിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളും രാഹുലിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് തന്നെയാണ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ട് പാലക്കാട് രാഹുലുണ്ട്. രാഹുലിനെ കൊണ്ട് അത് കഴിയുമെന്നും ഈ പറയുന്ന നേതൃത്വത്തിന് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. രാഹുൽ അതുകൊണ്ട് ഈ പറയുന്ന പ്രവർത്തനങ്ങളുമായിട്ട് UDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, നഗരസഭ പിടിക്കാൻ വേണ്ടി, കണ്ണാടി പിടിക്കാൻ വേണ്ടി വലിയ പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്തുണ്ട്. പാലക്കാട് വലിയ ഈ പറയുന്ന ബിസിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോ ഇതാണ് പാലക്കാട്ടെ സിറ്റുവേഷൻ. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഗ്നി പരീക്ഷ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത് കുറച്ചധികം കാലങ്ങളായിട്ട് BJP ആണ് അവിടെ ഭരിക്കുന്നത്. BJP-യുടെ ഭരണമാണ് അവിടെയുള്ളത്. പിന്നെ അവിടെ രാഹുലിന്റെ മുന്നിലുള്ള ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയില് ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്ന ഭൂരിപക്ഷമാണ്. ശ്രീകൃഷ്ണകുമാറിനേക്കാളും അവിടെ പാലക്കാട് നഗരസഭയിൽ പോലും രാഹുലിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ ആശ്വാസം അല്ലെങ്കിൽ ആ ഒരു വലിയ ഒരു ഫാക്ടർ അവിടെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു അനുകൂല ഘടകമായിട്ടുണ്ട്. ആ ലഭിച്ച വോട്ടുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ടാക്കി മാറ്റി UDF-ന് അനുകൂലമായ വോട്ടുകളാക്കി മാറ്റുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ മണ്ണിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ അവിടെ ചില ഈ രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട്.
ആ രാഷ്ട്രീയ കരുനീക്കങ്ങൾ കൂടി വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭ പിടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് അല്ലെങ്കിൽ വലിയ ഒരു ബാലികേറാ മലയായി മാറുകയില്ല. വളരെ ഈസി ആയിട്ട് രാഹുലിന് പാലക്കാട് നഗരസഭയിലേക്ക് എത്തിക്കേറാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് രാഹുലും വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള ചില രാഷ്ട്രീയ കരുനീക്കങ്ങളുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ രാഹുൽ തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ഔദ്യോഗിക തീരുമാനങ്ങളും ഉടനടി വരും മണിക്കൂറുകളിൽ, ചിലപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഒന്ന് പറയുന്നത് CPM-ന്റെ കോട്ടയായിട്ടുള്ള കണ്ണാടിയാണ്. കണ്ണാടിയിൽ രാഹുൽ മുന്നോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു വർഷക്കാലം കൊണ്ട് രാഹുൽ മാങ്കൂട്ടം നടത്തിയ ചില വികസന മുന്നേറ്റ പ്രവർത്തനങ്ങൾ, കണ്ണാടിക്ക് വേണ്ടി കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ ആകമാനം നടത്തിയിരിക്കുന്ന ചില വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ വോട്ട് ചോദിക്കുന്നത്. തനിക്ക് വേണ്ടിയല്ല വോട്ട് ചോദിക്കുന്നത്, പക്ഷേ UDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ കണ്ണാടിയിൽ വോട്ട് ചോദിക്കുന്നത് തൻ്റെ വികസന പ്രവർത്തനങ്ങൾ അത് തുടരുവാനും അതിനെ പൂർത്തീകരിക്കുവാനും ഈ പറയുന്ന MLA എന്ന് പറയുന്ന കാലാവധി തീർന്നാലും അതിനെ ഏറ്റുപിടിക്കുവാനും പാലക്കാട് കണ്ണാടിയിൽ ഭരണം ഉണ്ടാകണം എന്നുള്ള ഒരു ആശയം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കണ്ണാടിയിലും രാഹുലിന്റെ അപ്രോച്ച് നടക്കുന്നത്. അപ്പോ ഈ രണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ രാഹുലിന് സാധിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടുകൂടി ഈ പറയുന്ന അച്ചടക്ക നടപടിയിന്മേൽ ഒരു പുനരാലോചന ഉണ്ടാവുകയും രാഹുൽ ഔദ്യോഗികമായിട്ട് തന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട. അപ്പോ ഇതാണ് പാലക്കാട്ടെ അവസ്ഥ. പാലക്കാട് രാഷ്ട്രീയ ചൂടിൽ തന്നെയാണ്, തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ്. രാഹുൽ മുന്നിൽ തന്നെയുണ്ട്. ഔദ്യോഗിക പരിപാടികളിൽ ഉണ്ടാകില്ലെങ്കിലും UDF-ന്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാടുണ്ട്. പാലക്കാട് അതിന് മുന്നിൽ നിന്നുണ്ടാകും. രാഹുൽ തന്നെയാണ് പ്രചരണത്തിന്റെ നായകൻ. പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നതും എല്ലാവിധ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും രാഹുൽ തന്നെയാണ്. അതിന് നേതൃത്വത്തിന്റെ എല്ലാവിധ പിന്തുണയും രാഹുലിന് ഉണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന VK ശ്രീകണ്ഠൻ പറഞ്ഞു വെക്കുന്നത്.